മാസങ്ങൾക്കപ്പുറം ഒരു പകൽ വാനിൽ തെളിഞ്ഞു നിന്ന നക്ഷത്ര കുഞ്ഞുങ്ങളെ തൻ്റെ മടിത്തട്ടിൽ ഒളിപ്പിച്ചുകൊണ്ട് സൂര്യൻ പ്രഭാതകിരണങ്ങൾ തൂകുമ്പോൾ മെല്ലൊരു ഇളങ്കാറ്റും അവളെ തട്ടിത്താലോടി കടന്നുപോയി. ആ ചെറുകാറ്റിൽ പാതി വിരിഞ്ഞ പൂക്കൾ തലയാട്ടി കുലുങ്ങിച്ചിരിക്കുമ്പോൾ ആ കാഴ്ച അവളുടെ ചുണ്ടുകളിലും ഒരു നറു പുഞ്ചിരി വിടർത്തി. അലസമായി ഉടുത്തിരുന്ന സാരിയുടെ തലപ്പ് മെല്ലെ ഒതുക്കി പിടിച്ചവൾ ആ ചെറുകാറ്റേറ്റ് നീളൻ വരാന്തയിൽ ഇറുപ്പുറപ്പിച്ചു. അഴിഞ്ഞുലഞ്ഞു കിടന്ന നീളൻ മുടി ഇഴകളിൽ നിന്നും പളുങ്കുതുള്ളികൾ നിലത്തേക്ക് വീണുടഞ്ഞു. ചുണ്ടിൽ മൂളുന്ന ഏതോ ഇരടിക്കൊപ്പം കൈകൾ മെല്ലെ താളം പിടിക്കുമ്പോൾ പുറത്തുനിന്ന് വീശിയടിക്കുന്ന പുലർക്കാല കാറ്റിൽ മനസ്സുമൊന്ന് കുളിർത്തു. ആഹാ, രാവിലെ എന്നിട്ട് കുളിച്ചോ നീ? പിന്നിൽ നിന്ന് കേട്ട സുപരിതമായ ആ ശബ്ദത്തിൻ്റെ ഉടമയെ തിരിച്ചറിഞ്ഞപ്പോൾ അവളൊരു കള്ളച്ചിരിയോടൊന്ന് തിരിഞ്ഞു നോക്കി. തന്നെ പരിഭവത്തോടെ നോക്കി നിൽക്കുന്ന രാധമ്മ ഇടുപ്പിലൊരു കയ്യും കുത്തി തന്നെ കൂർപ്പിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. എൻ്റെ രാധമ്മേ, ഇന്ന് ഓഫീസിൽ പിടിപ്പത് പണിയുള്ളതാ. കൂടാതെ MD സാറ് ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന ദിവസവും, അതുകൊണ്ട് നേരത്തെ പോകണം എനിക്ക്. അതാ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചത്. ഇനിയിപ്പോൾ ഫുഡും കഴിച്ച് ഇറങ്ങിയാൽ മതിയല്ലോ. എന്നാൽ എൻ്റെ മോളെ, ഈ സമയത്ത് രാവിലെയുള്ള കുളി അത്ര നല്ലതല്ല കേട്ടോ. ഒന്നാമത് പുറത്ത് നല്ല തണുപ്പാ, വല്ല അസുഖവും പിടിക്കും. അതിനവളൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എന്താണ് അമ്മയും മോളും കൂടി ഇവിടെ ചർച്ച? അതും ചോദിച്ചുകൊണ്ട് ആ ചേച്ചൻ അവർക്കരികിലേക്ക് വരുമ്പോൾ പുറകെ കയ്യിലൊരു ടോയും കൊണ്ട് അല്ലിമോളുമുണ്ട്. ഏയ്, ഞങ്ങൾ വെറുതെ. അല്ല, അച്ഛനെന്ന് മോളെ സ്കൂളിൽ കൊണ്ടാക്കുമല്ലോ അല്ലേ? എനിക്ക് ഓഫീസിൽ ഇറങ്ങാൻ നേരാവുന്നു. അതിനെന്താ, മോള് പോയിക്കോ. ഈ കാന്താരിയെ ഞാൻ കൊണ്ടാക്കിക്കൊള്ളാം. എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് നേത്രം എല്ലാം അകത്തേക്ക് കയറുമ്പോൾ രാധം അവളെ തന്നെ നോക്കി നിന്നു. ഒരുപാട് മാറിപ്പോയി എൻ്റെ കുട്ടി, അല്ലേ ഏട്ടാ? എങ്ങനെ മാറാതിരിക്കടോ? അത്രയും അനുഭവിച്ചില്ലേ അവള്. ഇനിയെങ്കിലും ഒന്ന് സന്തോഷിച്ചാൽ മതിയായിരുന്നു. അല്ല, സ്കൂളിലൊന്നും പോകേണ്ടേ? അപ്പൂപ്പൻ്റെ കുട്ടി വായോ. ഒരു ദീർഘനിശ്വാസത്തോടെയുള്ള അല്ലിമോളയും എടുത്ത് അകത്തേക്ക് കയറി പുറകെ രാധമ്മയും. റൂമിലെത്തിയ നേത്ര വേഗത്തിൽ ഷെൽഫ് തുറന്നൊരു സാരി എടുത്തു കൊടുത്തു. മുടി ചെറുതായി എടുത്ത് ക്രേപ്പ് ചെയ്തിട്ട് ശേഷം ഒരു പൊട്ടും വെച്ച് അതിന് മുകളിലായി ചന്ദനവും തൊട്ടു. ശേഷം മിററിൽ കാണുന്ന തൻ്റെ പ്രതിബിംബത്തിലേക്ക് ഒരു നിമിഷം അവൾ നോക്കി നിന്നു. കണ്ണുകളിൽ വിഷാദമില്ല, ചുണ്ടുകളിൽ പുഞ്ചിരിയില്ലെങ്കിലും അവിടെയും വിഷാദത്തിന് സ്ഥാനമില്ല. എന്നാൽ മുഖത്ത് വല്ലാത്തൊരു ദൃഢതയാണ്. ഇന്നിവർ അവളിൽ കണ്ടിട്ടില്ലാത്ത ഒരു തരം വല്ലാത്ത ദൃഢത. 6 മാസങ്ങൾക്കപ്പുറം മോളെയും കൊണ്ട് മരണത്തിലേക്ക് ഉറപ്പോടെ ഇറങ്ങുമ്പോൾ ഇനി ആർക്കും തട്ടിക്കളിക്കാൻ സ്വയം വിട്ടുകൊടുക്കേണ്ട എന്നൊരു വാശിയായിരുന്നു തന്നെ. എന്നാൽ അവിടെയും വിധിയുടെ കൈകൾ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് രാധമ്മയുടെയും അജയച്ചൻ്റെയും രൂപത്തിലായിരുന്നു. എപ്പോഴോ പുതുജീവിതത്തിൽ താൻ മറന്നുപോയ 2 മുഖങ്ങൾ. തന്നോട് തന്നെ ഒരു നിമിഷം സ്വയം വെറുപ്പ് തോന്നി. തനിക്കൊരു നാൾ പുതുജീവൻ തന്നവരെ താൻ തന്നെ മറന്നല്ലോ എന്ന്. തന്നെയും മോളെയും കണ്ടുപോകാൻ വന്നവർ പിന്നെ മടങ്ങിയത് വിവരങ്ങളെല്ലാം അറിഞ്ഞ് തങ്ങളെയും കൊണ്ടാണ്. വരില്ല എന്ന് ശാഠ്യം പിടിച്ചെങ്കിലും ആ സ്നേഹത്തിന് മുന്നിൽ വീണ്ടും അടിയറവ് പറയേണ്ടി വന്നു. പിന്നെയുള്ള ജീവിതം തന്നെ നോവിച്ചില്ല എങ്കിലും നോവിൻ്റെ കൈപ്പിന്നീരറിഞ്ഞത് തന്നെ ഒരിക്കൽ പോലും തിരക്കി വരാതെ തന്നെ കണ്ണേനോട്ട് മാത്രമാണ്. ആ ഓർമ്മകൾ 6 മാസങ്ങൾക്ക് ഇപ്പുറം ഇന്നും തൻ്റെ കണ്ണുകളിൽ നിറക്കുമെങ്കിലും ഇനിയും ആർക്കു മുന്നിലും അടിയറവ് പറയില്ലേ നേത്ര. അനുഭവിച്ചു ഒരുപാട്. ഇനിയും മറ്റുള്ളവരുടെ ചൂതാട്ടത്തിൽ തന്നെ സ്വയം അർപ്പിക്കില്ല താൻ. അതൊരു വാശിയാണ്, സ്വയം ജീവിതത്തോട് പോരാടാൻ കഴിയുമെന്ന വാശി. കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബത്തെ നോക്കി മനസ്സാൽ ഉറപ്പിച്ചുകൊണ്ട് അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ ബെഡിൽ നിന്നും ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. നഗരത്തിൽ ഉയർന്നു നിൽക്കുന്നൊരു കെട്ടിട സമുച്ചയം. ആ സിറ്റിയിലെ തന്നെ പേര് കേട്ട ഒരു കമ്പനിയാണത്. അവിടുത്തെ അക്കൗണ്ടിങ് സെക്ഷനിലാണ് നേത്ര ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എന്നത്തെയും പോലെ പഞ്ചിങ് ചെയ്ത ശേഷം അവൾ വേഗത്തിൽ അകത്തേക്ക് കയറി. റിസപ്ഷനിലിരുന്ന മേഘയെ നോക്കി സ്ഥിരം ഒരു പുഞ്ചിരി കൈമാറിക്കൊണ്ട് അവൾ തൻ്റെ സീറ്റിലേക്ക് പോയി. ആഹാ, മേഡം വന്നോ? പെട്ടെന്ന് സൈഡിൽ നിന്നും ഒരു ശബ്ദം കേൾക്കിയ നേത്രയുടെ ശ്രദ്ധ അവിടേക്കായി. തൻ്റെ പ്രിയ സുഹൃത്ത് കൃഷ്ണനാണത്. ഇവിടെ ഉണ്ടായിരുന്നോടാ, എന്തായി? സാറ് വന്നോ? അവൾ വല്ലാത്തൊരു വെപ്രാളത്തോട് ചോദിച്ചു. വന്നോന്ന് മാത്രമല്ല, വന്ന ഉടനെ നിന്നെ തിരക്കുകയും ചെയ്തു. വേഗം മേൽപ്പിച്ച ഫയലും കൊണ്ട് നീ ഇങ്ങോട്ട് ചെല്ലാൻ നോക്ക്, ഇല്ലെങ്കിൽ നെക്സ്റ്റ് വിളി വരും, ഷുവർ. അത് കേൾക്കാൻ കാത്തു നിന്നത് പോലെ നേത്ര വേഗത്തിൽ എഴുന്നേറ്റ് അടുത്തിരുന്ന ടേബിൾ തുറന്ന് ഉള്ളിൽ നിന്ന് ഫയൽ എടുത്തുകൊണ്ട് അതേ വേഗത്തിൽ മുന്നോട്ട് നടന്നു. ഒടുവിൽ അവളുടെ നടത്തം അവസാനിച്ചത് MD അഖിലേഷിൻ്റെ റൂമിന് മുന്നിലായാണ്. വാതിൽ നോക്ക് ചെയ്ത് അനുവാദം വാങ്ങുമ്പോൾ അകത്തു നിന്നുള്ള പെർമിഷനും വന്നു. കയ്യിലിരുന്ന ഫയലും കൊണ്ട് അവൾ വേഗത്തിൽ അകത്തേക്ക് കയറുമ്പോൾ കണ്ടു ഫോണിൽ ആരോടോ കാര്യമായി സംസാരിക്കുന്ന സാറിനെ. തന്നെ കണ്ടുടനെ കോള് കട്ടിച്ചതും അവൾ ശ്രദ്ധിച്ചു. സാർ, ഫയല് കംപ്ലീറ്റ് ആണോ? ഗൗരവത്തോടെയുള്ള ചോദ്യം. ഷുവർ സാർ. ഓക്കെ, ടേബിൾ വെച്ചേക്ക്. അവൾ വേഗം അവൻ പറഞ്ഞതുപോലെ ഫയൽ ടേബിൾ വെച്ചുകൊണ്ട് മെല്ലെ തിരിഞ്ഞു. നേത്ര. യെസ് സർ. പെട്ടെന്നുള്ള അവൻ്റെ ആ പിൻവിളിയിൽ അവളൊന്ന് തിരിഞ്ഞു നോക്കി. നാളെയാണ് പുതിയ കമ്പനിയുമായുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മോർണിംഗ് 9 തന്നെ താൻ അവിടെ എത്തണം. ഒന്നുകിൽ നേത്ര ഷാർപ്പ് 8:30 ഇവിടെ വന്നാൽ എൻ്റെ കാറിൽ അവിടേക്ക് പോകാം, ഇല്ലെങ്കിൽ താൻ കൃത്യസമയത്ത് അവിടെ എത്തണം. എന്തു പറയുന്നു?
ചെയറിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് അവനത് ചോദിക്കുമ്പോൾ അവൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. സാർ, ഞാൻ കൃത്യം 8:30 തന്നെ ഇവിടെ എത്താം. എനിക്ക് ആ സ്ഥലം കൃത്യമായി അറിയില്ല. അവളൊരു വല്ലായ്മയോടെ പറഞ്ഞു. ഇറ്റ്സ് ഓക്കേടോ, നമുക്ക് ഒന്നിച്ചു പോകാം. താൻ പറഞ്ഞ സമയത്ത് വന്നാൽ മതി. താങ്ക് യു സർ. എന്നാൽ ഞാൻ ഓക്കെ, പോയിക്കോളൂ. അനുവാദം കിട്ടിയതും അവൾ വേഗത്തിൽ പുറത്തേക്കിറങ്ങി. ഇളം മഞ്ഞ നിറത്തിലുള്ളൊരു ഷിഫോൺ സാരി നന്നായി ഞെറിഞ്ഞെടുത്ത് വളരെ മിതമായ രീതിയിൽ മാത്രമൊന്ന് ഒരുങ്ങിയിറങ്ങി നേത്ര. നെറ്റിയിലേക്ക് അറുത്ത പൊട്ടിനൊപ്പം കളപക്കുറിയും തൊട്ടിട്ടുണ്ട്. രാധമ്മയോടും അജയച്ചനോടും യാത്ര പറഞ്ഞ ഓട്ടോയിലാണ് അവൾ ഓഫീസിലെത്തിയത്. മുന്നിൽ തന്നെ അവളെയും കാത്ത് അഖിൽ നിൽപ്പുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഹൃദ്യമായൊരു ചിരിയോടെ അവന് വിഷ് ചെയ്യുമ്പോൾ തിരികെ അവനും ഒന്ന് വിഷ് ചെയ്തു. എന്നാൽ ഇറങ്ങിയാൽ നേത്ര, ടൈം പോകുന്നു. ഷുവർ സാർ. അങ്ങനെ അവർ ഇരുവരും മീറ്റിംഗ് സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഓഫീസിൽ നിന്ന് കൃത്യം 1/2 മണിക്കൂർ യാത്രയാണ്. 1/2 മണിക്കൂർ പിന്നിടുമ്പോൾ വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിന് മുന്നിലായാണ് കാറ് വന്നു നിന്നത്. ശേഷം അവരിരുവരും പുറത്തേക്ക് ഇറങ്ങി. നേത്രയെ ഒന്ന് നോക്കിക്കൊണ്ടാകിൽ മുന്നേ നടക്കുമ്പോൾ അവന് പുറകെയായി അവളും അനുഗമിച്ചു. മുന്നോട്ട് നടക്കുമ്പോൾ വളരെ പെട്ടെന്ന് എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നി നേത്രയ്ക്ക്. തന്നെ ആരോ സൂക്ഷ്മമായി ശ്രദ്ധിക്കും പോലെ. കണ്ണുകളാലൊന്ന് ചുറ്റും പരതുമ്പോൾ അസ്വാഭാവികമായി അവൾ ആരെയും കാണാൻ കഴിഞ്ഞില്ല. പിന്നെ തന്നെ വെറുമൊരു തോന്നലാകുമെന്ന് കരുതിക്കൊണ്ട് അവനോടൊപ്പം മീറ്റിംഗ് ഹാളിലേക്ക് കയറി. ഇരുവരെയും കാത്ത് എല്ലാവരും റെഡിയായിരുന്നു മീറ്റിംഗ് ഹാളിൽ. എല്ലാവരും എത്തിയതും മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അഖിലാണ് പ്രസന്റ് ചെയ്തത്. കൂടെ ഹെൽപ്പിന് നേത്രയുണ്ട്. രണ്ടുപേരുടെയും പ്രസന്റേഷൻ വളരെ മനോഹരമായതുകൊണ്ട് തന്നെ അവർ ആ ഡീൽ സൈൻ ചെയ്യുകയും ചെയ്തു. നേത്ര, എന്നാ ഇറങ്ങിയാലോ? ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. മീറ്റിംഗ് ഹാളിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ അഖിലിന്റെ ചോദ്യം വന്നു. ഷുവർ സർ. എന്നാൽ അപ്പോഴാണ് അഖിലിനൊരു കോള് വരുന്നത്. നേത്രയോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവൻ അല്പം മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. നേത്ര അവനൊന്ന് നോക്കിക്കൊണ്ട് നേരെ റിസപ്ഷനിലേക്ക് പോയി അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ചെയറിലേക്ക് ഇരുന്നു. ഗ്രേ കളർ ആൻഡ് ലൈറ്റ് ഗ്രീൻ കളർ സോഫാസാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡിലായി കുറച്ച് ഇന്റീരിയൽ വർക്കും പ്ലാന്റുമുണ്ട്. വളരെ മനോഹരമായ ഒരിടം. റിസപ്ഷനിലിരിക്കുന്ന സുന്ദരിയായൊരു പെൺകുട്ടിയും. അവൾ നേത്രയെ നോക്കിയൊന്ന് പുഞ്ചിരിക്കുമ്പോൾ അവളും ഒരു നെറു പുഞ്ചിരി കൈമാറി. വീണ്ടും കുറച്ചു മുന്നേ ഉണ്ടായിരുന്ന അതേ അസ്വസ്ഥത തന്നെ പിടികൂടുമ്പോൾ വല്ലായ്മയോടെ തൻ്റെ നെറ്റിയൊന്ന് അമർത്തി ഒഴിഞ്ഞു അവൾ. കണ്ണുകൾ ചുറ്റും പായുമ്പോൾ മുന്നേ പോലെ തന്നെ നിരാശയായിരുന്നു ഫലം. സോറി നേത്ര, ഒരു അർജന്റ് കോളായിരുന്നു. എന്നാ ഇറങ്ങിയാലോ? അഖിലിന്റെ ശബ്ദം കേട്ടാണ് അവൾ മുന്നോട്ട് നോക്കുന്നത്. അവനെ കണ്ട് വേഗം എഴുന്നേറ്റു. ഓക്കെ സർ. ശേഷം രണ്ടാളും പുറത്തേക്ക് ഇറങ്ങി. അവരുടെ കാർ ഗേറ്റ് കടന്നു പോകുന്നത് തന്നെ ശ്രദ്ധിച്ചിരുന്ന അവൻ്റെ തോളിൽ പെട്ടെന്നൊരു കൈ പതിയുമ്പോൾ ദക്ഷ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്താ ദക്ഷ നിന്റെ ഈ മനംമാറ്റത്തിന് പിന്നിൽ? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ബദ്രിയുടെ ആ ചോദ്യത്തിൽ വരേണ്ട ഒരു പുഞ്ചിരിയായിരുന്നു അവൻ്റെ മറുപടി. അവളെ കാണാൻ വേണ്ടിയല്ലേ നീ ഇത്രയും നാളും അലഞ്ഞു നടന്നത്? ഒടുവിൽ ഈശ്വരനായി അവളെ നിനക്ക് മുന്നിൽ എത്തിക്കുമ്പോൾ ബാക്കി പറയാൻ കഴിയാതെ ദർശന പകുതിയിൽ നിർത്തുമ്പോൾ ദക്ഷ അവളെ ഒന്ന് നോക്കി. ശരിയാണ്, അവൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങിയത്. അവൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ അമ്മയെ മറന്നത്. മാസങ്ങളുടെ അലച്ചിലിനൊടുവിൽ ഇവൻ്റെ സഹായത്തിൽ ഇവിടെ എത്തിയതും അവൾക്ക് വേണ്ടിയാണ്. പക്ഷേ ഇന്നവളെ ഞാൻ കണ്ടപ്പോൾ എനിക്കറിയില്ല പെട്ടെന്ന് എന്താ പറ്റിയതെന്ന്. അവളുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യം എനിക്കില്ല. പോയി നിന്ന് ഞാൻ എന്ത് പറയണം? എൻ്റെ അമ്മ നിന്നോട് ചെയ്ത തെറ്റിന് നീ എന്നോട് ക്ഷമിക്കണമെന്നോ, അതോ എല്ലാം പറഞ്ഞ് നീ വീണ്ടും എന്നോടൊപ്പം വരണമെന്നോ? എനിക്കെന്തോ അതിന് കഴിയുന്നില്ല. ഒരു പെണ്ണിൻ്റെ ദൗർബല്യത്തെ മുതലെടുക്കും പോലെ ആവില്ലേ അത്? എൻ്റെ ദക്ഷ്, നീ എന്തൊക്കെയായി പറയുന്നത്? അവൾക്ക് വേണ്ടി എല്ലാം വിട്ടെറിഞ്ഞ് വന്നവനാ നീ. നിന്റെ കൂടെ ഞങ്ങളും വന്നത് നിന്നെ അവളെ കാണിച്ച് മടങ്ങാനല്ല, നിങ്ങളെ ഒരുമിപ്പിക്കാനാ. ദർശു അവൻ്റെ അരികിലായി വന്ന് അവൻ്റെ തോളിലൊന്ന് അമർത്തിക്കൊണ്ട് പറയുമ്പോൾ അവൻ്റെ ദൃഷ്ടി വേറെങ്ങോ ആയിരുന്നു. ദക്ഷ്, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് തോന്നുന്നുണ്ടോ അവൾ നിന്നെ മറന്നോന്ന്? ഒരുപക്ഷെ നിന്റെ വരവനായി കാത്തിരിക്കുകയാണെങ്കിലോ? ഇല്ല ബദ്രി, അവളുടെ കണ്ണുകളിൽ എന്നെ കാണാത്തിലുള്ള പിടപ്പല്ല ഇപ്പോൾ ഉള്ളത്. പകരം മുന്നോട്ട് ജീവിക്കാനുള്ള വാശിയാണ്. ഞാനായി അത് നശിപ്പിക്കുന്നില്ല. അവൾ ജീവിക്കട്ടെ. അവളറിയാതെ അവൾക്ക് ചുറ്റൊരു സംരക്ഷണ വലയം തീർത്തുകൊണ്ട് ഞാനുണ്ടാവും. ഇനിയും ആ പാവത്തിനെ നോവിക്കാൻ എനിക്ക് വയ്യടാ. വരണ്ട പുഞ്ചിരിയോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ ബദ്രയുടെയും ദർശുവിൻ്റെയും കണ്ണുകൾ അവനിൽ മാത്രമായിരുന്നു. ആഹാ, മോളിൽ നിന്ന് നേരത്തെ വന്നോ? ഉമ്മറപ്പടിയിലിരുന്ന് പച്ചക്കറി നുറുക്കുകയായിരുന്ന രാധമ്മ ഗേറ്റ് കടന്നു വരുന്ന നേത്രയെ കണ്ട് പുഞ്ചിരിയോടെ ചോദിച്ചു. ഊവമ്മേ, മീറ്റിംഗ് കഴിഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് സാറ് പൊക്കോളാൻ പറഞ്ഞു. ആണോ? എന്നാ മോള് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്. ഏയ്, അതൊന്നും വേണ്ട അമ്മ, അതിങ്ങ് താ, ബാക്കി ഞാൻ ചെയ്യാം. കയ്യിലിരുന്ന് ബാഗ് കൈവരിപ്പുറത്ത് വെച്ചുകൊണ്ട് നേത്ര അവരോടായി പറഞ്ഞു. എൻ്റെ കുഞ്ഞെ, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മോള് പോയി കുറച്ച് നേരം കിടന്നു. അച്ഛൻ വന്നിട്ട് നമുക്ക് ഒന്നിച്ച് കഴിക്കാം. പിന്നെ വൈകുന്നേരം പുറത്തു പോകണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. നാളെയല്ലേ അല്ലിമോളുടെ പിറന്നാൾ. എൻ്റെ കുഞ്ഞിന് ഡ്രസ്സ് എടുക്കണ്ടായോ? അത് കേട്ടപ്പോഴൊന്ന് പുഞ്ചിരിച്ചു. അകത്തേക്ക് കയറുമ്പോൾ രാധമ്മ വീണ്ടും തൻ്റെ പണിയിലേക്ക് കടന്നു. നീ എന്താണ് ആലോചിക്കുന്നത്?
ഫ്ളാറ്റിലെ തന്റെ ബാൽക്കണിയിൽ നിൽക്കുമ്പോഴാണ് ദക്ഷിന്റെ അടുത്തേക്ക് അവർ വരുന്നത്. ബദ്രിയുടെ ആ ചോദ്യത്തിന് ഉടനടി ദക്ഷൻ മറുപടിയും പറഞ്ഞു. നാളെയല്ലേ മോളുടെ പിറന്നാള്? അത് കേൾക്കെ ബദ്രി ഒന്ന് ഞെട്ടി. തൻ്റെ മകളുടെ പിറന്നാൾ ദിവസം മറ്റൊരാൾ തന്നെ ഓർമ്മിപ്പിക്കുന്നെന്ന ഓർമ്മയിൽ അവൻ്റെ നെഞ്ചൊന്ന് നേറി. അത് മനസ്സിലാക്കിയതുപോലെ ദർശവൻ്റെ തോളിൽ കൈവച്ചൊന്ന് അമർത്തുമ്പോൾ അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നിനക്ക് മോളെ കാണുന്നുണ്ടോ? തൻ്റെ ശബ്ദത്തിൽ ഇടർച്ച പുറത്തേക്ക് വരാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ദക്ഷ ഒന്ന് തലയാട്ടി. അത് കണ്ട് ബദ്രി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ബട്ട് എങ്ങനെ? ജസ്റ്റ് വെയിറ്റ്. അത്രയും പറഞ്ഞ് ഫോണും കൊണ്ട് ബദ്രി പുറത്തേക്ക് പോകുമ്പോൾ ദക്ഷ ഒന്നും മനസ്സിലാവാതെ ദർശനൊന്ന് നോക്കി. അതിനവൾ അറിയില്ലെന്ന അർത്ഥത്തിൽ കൈമലർത്തി. അല്ലിമോൾ സ്കൂൾ വിട്ട് വന്നതും അവർ 4 പേരും കൂടെ കുഞ്ഞിപ്പെണ്ണിനെ റെഡിയാക്കി ഡ്രസ്സ് എടുക്കാനായി പോയി. ഒരു ഓട്ടോയിലാണ് അവർ പോയത്. ജംഗ്ഷനിലുള്ള ഒരു വലിയ ടെക്സ്റ്റൈൽസിൽ അജയത്തിൻ്റെ ഫ്രണ്ട് ജോലി ചെയ്യുന്ന ഒരു കടയാണത്. ഓട്ടോ കാശും കൊടുത്ത് അവരകത്തേക്ക് കയറി. നിങ്ങൾ പോയി മോൾക്കുള്ള ഡ്രസ്സ് എടുക്കുക, ഞാൻ അപ്പോഴേക്ക് അവനൊന്ന് കണ്ടിട്ട് അങ്ങോട്ട് വരാം. രാധമ്മിയോട് അതും പറഞ്ഞ് അജയച്ചൻ തൻ്റെ സുഹൃത്തിനെ കാണാനായി പോകുമ്പോൾ മോളെയും കൊണ്ട് അവർ ഡ്രസ്സ് എടുക്കാനായി കിഡ്സ് സെക്ഷനിലേക്ക് പോയി. ഇതെങ്ങനെയുണ്ട് കുഞ്ഞേ, ഇത് മതിയോ അമ്മയുടെ മോൾക്ക്? റെഡ് കളർ ഫ്രിൽ ഫ്രോക്ക് എടുത്ത് അല്ലിമോളുടെ ദേഹത്ത് വെച്ചുകൊണ്ട് നേത്ര ചോദിക്കുമ്പോൾ അല്ലിമോൾ നോക്കിയത് നേരെ മിററിലേക്കാണ്. ശേഷം ആ കുഞ്ഞ് കണ്ണുകളൊന്ന് വിടർത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് മതിയമ്മ. നേത്ര വാത്സല്യത്തോടെ മോളുടെ തലയിലൊന്ന് തഴുകി. മോളെ, ഇത് 2 കൂടി എടുത്തോ, കുഞ്ഞിപ്പെണ്ണിന് നന്നായി ചേരും. അപ്പോഴാണ് രാധമ്മ 2 ഡ്രസ്സും കൊണ്ട് അവിടേക്ക് വരുന്നത്. ഒന്ന് ബ്ലാക്ക് നെറ്റ് ഫോർക്കാണെങ്കിൽ മറ്റൊന്ന് മിടിയായിരുന്നു. ഒരു ലൈറ്റ് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നത്. എന്തിനാമ്മ ഇത്രയൊക്കെ? ഇതിനൊന്നും ആവശ്യമില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനല്ലാതെ വേറെ ആർക്കാ ഇതൊക്കെ എടുക്കുക? സ്വന്തം പേരക്കുട്ടികളൊന്ന് കാണാനോ വാത്സല്യത്തോടൊന്ന് കൊഞ്ചിക്കാനോ ഭഗവാൻ എനിക്ക് യോഗം തന്നില്ല. ഞാൻ എൻ്റെ ഈ കുഞ്ഞിനെങ്കിലും എന്തെങ്കിലും ഒന്ന് വാങ്ങി കൊടുക്കട്ടെ മോളെ. നിറകണ്ണുകളോടെയുള്ള അവരുടെ ആ വാക്കുകളിൽ നേത്രക്ക് പിന്നെ ഒന്നും തന്നെ പറയാൻ തോന്നിയില്ല. രാധമ്മ തന്നെ മോൾക്ക് അതൊക്കെ വാങ്ങിക്കൊടുത്തു. ശേഷം അവൾക്ക് ആവശ്യമുള്ള ടോയ്സും എല്ലാം കൊണ്ട് സന്തോഷം പെരിയുന്ന മുഖത്തോടെയാണ് പുള്ളിക്കാരുടെ നിൽപ്പ്. എന്തായി, എല്ലാം എടുത്തോ? അച്ചോ, ദേ നോക്കിയേ, ഇതൊക്കെ നിൽക്കാൻ അമ്മ വാങ്ങി തന്നതാ. തൻ്റെ കയ്യിലിരിക്കുന്ന ടോയ്സ് മുഴുവൻ ആൾക്ക് നേരെ നീട്ടിക്കൊണ്ടൊരു കള്ളച്ചിരിയോട് അല്ലിമോള് പറയുമ്പോൾ അയാൾ അവളെ വാരിയെടുത്തു. അമ്പടി കള്ളിപ്പെണ്ണേ, എല്ലാം കൊണ്ടും കോളടിച്ചല്ലോ നിനക്ക്. അല്ല, എൻ്റെ ഏട്ടൻ്റെ കയ്യിൽ. അപ്പോഴാണ് അയാളുടെ കയ്യിലിരിക്കുന്ന ഒരു വലിയ കവർ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ രാധം അത് ചോദിക്കുകയും ചെയ്തു. എന്നാൽ അത് കേൾക്കെ പെട്ടെന്ന് അയാളുടെ മുഖത്ത് നിറഞ്ഞത് ഒരുതരം പതർച്ചയായി. അത് പിന്നെ ഇതാവൻ വാങ്ങി തന്നതാ മോൾക്ക്. എൻ്റെ നാവിത് മോളുടെ പിറന്നാളാണെന്ന് അറിയാതെ വീണു. അതറിഞ്ഞപ്പോൾ ദേ ഇതൊക്കെ ഇവൾക്ക് കൊടുക്കാൻ വാങ്ങിയവൻ തന്നു. നിങ്ങൾ വാ, നമുക്കിതൊക്കെ ബില്ല് ചെയ്യാം. അത്രയും പറഞ്ഞ് ആ സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് അയാൾ മോളെയും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ നേത്ര സംശയത്തോടെ രാധമ്മയെ ഒന്ന് നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ അവരോടൊപ്പം മുന്നോട്ട് നടന്നു. ബില്ലിംഗ് സെക്ഷനിൽ പോയി എല്ലാം ബില്ല് ചെയ്ത് പാക്ക് ചെയ്ത ശേഷം കവറുകൾ കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്രയും നേരം അവരെ പിന്തുടർന്നവരും അവർക്കൊപ്പം അപ്പോഴും ഉണ്ടായിരുന്നു. മോളുടെ ആഗ്രഹപ്രകാരം പാർക്കിൽ കൂടെ പോയി ഇത്തിരി നേരം അവിടെ ചെലവഴിച്ച ശേഷമാണ് അവർ വീട്ടിലേക്കും മടങ്ങിയത്. ഇടയ്ക്ക് പുറത്തുനിന്ന് ഫുഡും കഴിച്ചു. ക്ഷീണങ്കാനം വീടെത്തിയത് കുഞ്ഞിപ്പെണ്ണ് ഉറക്കം നോങ്ങി തുടങ്ങി. അതുകൊണ്ട് തന്നെ നേത്ര മോളെ ചൂടുവെള്ളത്തിൽ ചെറുതായി മേലി കഴുകിച്ച ശേഷം കിടത്തി ഉറക്കി. ഒപ്പം അവളും കിടന്നു. എന്തോ സമയം തെന്നി നീങ്ങുന്നതല്ലാതെ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും മാനിക്കൂടുകളോളം കിടന്നുവെങ്കിലും ഉറക്കം മാത്രം അവളെ കടാക്ഷിച്ചില്ല. പിന്നെ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾ മെല്ലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. മോളെ നന്നായി പുതപ്പിച്ചുകൊണ്ട് നേത്ര എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. കൂരിട്ട് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന നിശബ്ദത എന്തുകൊണ്ടോ അതൊക്കെ അവളെ ഭയപ്പെടുത്തിയതിനേക്കാൾ മനസ്സിനൊരു ശാന്തത തോന്നിപ്പിച്ചു. ഒരു ഇളങ്കാറ്റ് മേലെ അവളെ വന്ന് തലോടി കടന്നു പോകുമ്പോൾ കൈ രണ്ടും മാറിൽ പിടിച്ചു കെട്ടി വിദുരതയിലേക്ക് അവൾ കണ്ണും നട്ട് നിന്നു മണിക്കൂറുകളോളം. ചരട് പൊട്ടിയ പട്ടം കണക്കെ മനസ്സ് കൈവിട്ട് ദൂരേക്ക് സഞ്ചരിക്കുമ്പോൾ തലച്ചോറിലേക്ക് ഇരച്ചു കയറിയ മുഖം ഒന്നായിരുന്നു തൻ്റെ കണ്ണേട്ടൻ്റെ. ആ ഓർമ്മയിൽ തൻ്റെ കണ്ണുകൾ അമർത്തിയടക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീരാ കവളിൽ നിന്നും ഒഴുകിയിറങ്ങി. ഓർക്കുന്നുണ്ടോ കണ്ണേട്ടാ നിങ്ങൾ എന്നെ? അതോ ഒരു വാക്ക് പോലും പറയാതെ വന്ന ദേഷ്യമാണ് എന്നോട്? അതും അല്ലെങ്കിൽ ഞാൻ സ്വയം അഹങ്കാരം കാണിച്ചെന്ന് തോന്നിയോ? അതുകൊണ്ടാണോ എന്നെ ഒന്ന് അന്വേഷിച്ച് പോലും വരാത്തത്? അതോ ഇത്ര പെട്ടെന്ന് മറന്നോ എന്നെ? മൗനമായി അവൾ അവളോട് തന്നെ ചോദ്യശരങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ഉത്തരവും മൗനമായിരുന്നു. ഇനിയും വയ്യ കണ്ണേട്ട, ആർക്കു മുന്നിലും തോൽക്കാൻ ഇനിയും വയ്യ നേത്രക്ക്. കൂട്ടിന് ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള വാശിയുണ്ട് പെണ്ണിൽ. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഒറ്റയ്ക്കാണെങ്കിലും നേത്ര ജീവിക്കുക തന്നെ ചെയ്യും. വല്ലാത്തൊരുറപ്പോടെ മനസ്സാല ആ വാക്കുകൾ ഉരുവിടുമ്പോൾ അവൾ അറിഞ്ഞില്ല തൻ്റെ പ്രാണൻ തനിക്കായി നോവുന്നത്. താൻ അനുഭവിക്കുന്നതിൻ്റെ 100 ഇരട്ടി വിരഹവേദന അവനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന്.